പത്രോസ് വെളിയിൽ കാത്തു നിൽക്കുന്നു. ഗുരുവേ, വരൂ. ഇപ്പോൾ തന്നെ സമയം വൈകിയിരിക്കുന്നു. ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഇരുട്ടാകും. നീയാണെങ്കിൽ ഭക്ഷണം കഴിച്ചുമില്ല. ആ പയ്യനാണ് ഇതിനെല്ലാം കാരണക്കാരൻ. ആ പയ്യന് നിങ്ങളെയെല്ലാം ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ സഹായിക്കണം. ഇതോർത്ത് പരിശ്രമിച്ചു നോക്കൂ. അവൻ നിന്റെ മകനാണെങ്കിൽ നിനക്ക് അവനോട് സഹതാപം ഉണ്ടാകുകയില്ലേ? ഉണ്ടാകാനും മതി, ഉണ്ടാകാതിരിക്കാനും മതി. എനിക്ക് അവനോട് ദയ തോന്നും. എന്നാൽ അവൻ പ്രായപൂർത്തിയായ മനുഷ്യനാണെങ്കിലും ഒരു വികൃതി കുട്ടിയെ എന്ന പോലെ അവനെ ഞാൻ ചിലതെല്ലാം പഠിപ്പിക്കും. എൻ്റെ മകനായിരുന്നെങ്കിൽ അവൻ ഇതുപോലെ ആകുമായിരുന്നില്ല. അത് മതി. ശരി എൻ്റെ ഭർത്താവേ, അത് മതി. അതാ മനെ, വളരെ കടുത്ത നിറമുള്ള കറുപ്പ് നിറമാണെന്ന് തോന്നിക്കുന്ന പുറംകുപ്പായം ധരിച്ചിരിക്കുന്ന ആൾ. അയാൾ ഇത് ദരിദ്രർക്ക് കൊടുക്കാനായി തന്നു. ഇന്ന് അയാൾക്ക് ഇവിടെ താമസിക്കാനും ഉറങ്ങാനും സൗകര്യമുണ്ടാകുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. നീ അയാളോട് എന്തു പറഞ്ഞു? സത്യം പറഞ്ഞു. ഇവിടെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള കിടക്കകൾ മാത്രമേ ഉള്ളൂ. അതിന് ഗ്രാമത്തിലേക്ക് പോകുക എന്ന്. ഈശോ മറുപടി ഒന്നും പറയുന്നില്ല. നടന്ന് ജോണിന്റെ അടുത്ത് ചെന്ന് എന്തോ പറയുന്നു. പത്രോസിന് പിടി കിട്ടുന്നില്ല. അനന്തരം സ്വസ്ഥാനത്തേക്ക് നടന്നു ചെന്ന് പ്രസംഗം ആരംഭിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. സമാധാനത്തോടുകൂടെ പ്രകാശവും പരിശുദ്ധിയും നിങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. എൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണ് അത് വൃഥ പ്രയോഗിക്കുന്നത്? ആ നാമത്തെ ശപിക്കുമ്പോൾ മാത്രമാണോ? അല്ല. തന്നെ ആ നാമം ഉച്ചരിക്കുന്നതിന് അർഹനാകാതെ അത് പറയുമ്പോഴാണോ? ഒരു പിതാവ് മകനോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നേരെ വിപരീതം ചെയ്യുന്ന മകന് ഞാൻ എൻ്റെ പിതാവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് പറയുവാൻ സാധിക്കുമോ? അപ്പ അപ്പ എന്ന് പറയുന്നത് കൊണ്ട് ഒരുവൻ തൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നില്ല. ദൈവമേ ദൈവമേ എന്ന് പറയുന്നത് കൊണ്ട് ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. മിനിയാന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിച്ച് പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കളുടെ ഹൃദയങ്ങളിൽ രഹസ്യമായി ധാരാളം വിഗ്രഹങ്ങളുണ്ട്. അതുപോലെ കപടമായ ദൈവസ്തുതികളുമുണ്ട്. സ്തുതിക്കുന്നവരുടെ പ്രവൃത്തികൾ സ്തുതികൾക്ക് ചേരുന്നില്ല. വേറൊരു പ്രവണതയും ഇസ്രയേലിലുണ്ട്. ബാഹ്യമായ കാര്യങ്ങളിൽ അവർ ധാരാളം പാപങ്ങൾ കാണുന്നു. എന്നാൽ അവ യഥാർത്ഥത്തിൽ എവിടെയായിരിക്കുന്നോ അവിടെ, അതായത് ആന്തരിക കാര്യങ്ങളിൽ കണ്ടുപിടിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. വളരെ ബാലിശമായ ഒരു അഹങ്കാരവും ഇസ്രയേലിലുണ്ട്. മനുഷ്യത്വത്തിനും ആധ്യാത്മികതയ്ക്കും എതിരായ ഒരു പ്രവണത. നമ്മുടെ ദൈവത്തിന്റെ നാമം അജ്ഞാനികൾ ഉച്ചരിച്ചാൽ അത് ആണയിടലായി പരിഗണിക്കുന്നു. പുറം ജാതികൾ ദൈവത്തെ സമീപിക്കുന്നത് ദൈവനിന്ദയായി കരുതി അവരെ അതിൽ നിന്നും തടയുകയും ചെയ്യുന്നു. ഇതുവരെയും സ്ഥിതിഗതികൾ ഇങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പോൾ തുടങ്ങി അങ്ങനെയല്ല. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച ദൈവം തന്നെയാണ് ഇസ്രയേലിന്റെ ദൈവം. തങ്ങളുടെ സൃഷ്ടാവിന്റെ ആകർഷണം അനുഭവിക്കുന്നതിൽ നിന്ന് സൃഷ്ടികളെ എന്തിന് തടയുന്നു? അജ്ഞാനികൾക്കും അവരുടെ ഹൃദയത്തിന്റെ അടിയിൽ തൃപ്തമല്ലാത്ത എന്തോ അനങ്ങുന്നതായും അന്വേഷിക്കുന്നതായും ഉച്ചത്തിൽ ശബ്ദിക്കുന്നതായും അനുഭവപ്പെടുന്നില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ആരെ, എന്തിന്? അറിയപ്പെടാത്ത ദൈവത്തിന്റെ അൾത്താരയിലേക്ക്, പദാർത്ഥപരമല്ലാത്ത ആത്മാവാകുന്ന അൾത്താരയിലേക്ക് അവർ നീങ്ങുന്നുവെങ്കിൽ ദൈവം അത് നിരസിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ആത്മാവാകുന്ന അൾത്താരയിൽ എപ്പോഴും സൃഷ്ടാവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ട്. ദൈവമഹത്വത്താൽ രസിക്കപ്പെടുന്നതിന് ആത്മാവ് ആജ്ഞാപിച്ച് അനുസരിച്ച് മോശം നിർമ്മിച്ച കൂടാരത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വസിച്ചല്ലോ. അതുപോലെ തന്നിലും വസിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനായി കേഴുന്ന ആത്മാവിനെ അത് അജ്ഞാനിയുടെ ആത്മാവായതുകൊണ്ട് ദേവാലയത്തെ അശുദ്ധമാക്കി എന്ന് പറഞ്ഞ് ദൈവം തള്ളിക്കളയുന്നു. വരൂ എന്ന് പറയുന്ന ദൈവസ്വരത്തിന് ഞാൻ വരുന്നു എന്ന് സ്വർഗീയ പ്രചോദനത്താൽ പ്രത്യുത്തരം നൽകിക്കൊണ്ട് ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ദൈവത്തെ സമീപിക്കാൻ ശ്രമിക്കുന്നത് ഒരു പാപമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അതേസമയം ആകെ ദുഷിച്ചു വഷളായിരിക്കുന്ന മതാനുഷ്ഠാനം വിധി പാലിച്ച് തൻ്റെ സുഖസന്തോഷങ്ങളെല്ലാം നേടിക്കഴിഞ്ഞ് മിച്ചമുള്ളത് ദേവാലയത്തിൽ സമർപ്പിച്ച് ദൈവസന്നിധാനത്തിലേക്ക് പ്രവേശിച്ച് ഇസ്രയേൽക്കാരൻ അതിവിശുദ്ധമായ അവിടുത്തെ നാമം ഉച്ചരിക്കുന്നത് വിശുദ്ധിയായി നിങ്ങൾ കരുതുന്നില്ലേ? ഇയാളുടെ ആത്മാവും ശരീരവും എണ്ണമില്ലാത്ത പാപങ്ങൾ നിമിത്തം മലിനമാക്കപ്പെട്ടിരുന്നാലും അയാൾ ചെയ്യുന്നത് പുണ്യമായിട്ടല്ലേ നിങ്ങൾ വിധിക്കുന്നത്? തെറ്റ് ഞാൻ ഗൗരവമായി പറയുന്നു. അശുദ്ധമായ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥ ഉപയോഗിക്കുന്ന ഇസ്രായേൽക്കാരനാണ്
പൂർണ്ണമായി ദേവാലയത്തെ അശുദ്ധമാക്കി ദൈവത്തെ നിന്ദിക്കുന്നത്? നിങ്ങൾ ഭോഷന്മാരൊന്നുമല്ലല്ലോ. നിങ്ങളുടെ ആത്മാക്കളുടെ സ്ഥിതി നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ സ്ഥിതിയിൽ ദൈവനാമം ഉച്ചരിക്കുന്നത് നിഷ്ഫലമാണെന്ന് അറിഞ്ഞിട്ടും ആ നാമം ഉപയോഗിക്കുന്നത് വൃഥ ആയിരിക്കും. കപടഭക്തനായ ഒരാൾ ദൈവത്തെ വിളിക്കുമ്പോഴും അനുതാപമില്ലാത്ത ഒരാൾ ദൈവനാമം ഉച്ചരിക്കുമ്പോഴും അതൃപ്തിയിൽ ദൈവം തന്റെ മുഖം തിരിച്ചു കളയുന്നത് ഞാൻ കാണുന്നു. കോപം നിറഞ്ഞ ആ മുഖം കാണുമ്പോൾ ദൈവകോപത്തിന് ഞാൻ അർഹനല്ലെങ്കിലും ഞാൻ ഭയപ്പെട്ടു പോകുന്നു. നിങ്ങളിൽ വളരെ പേരുടെ ഹൃദയത്തിൽ ഇപ്പോഴുള്ള വിചാരം ഞാൻ വായിക്കുന്നു. എല്ലാ മനുഷ്യരിലും കുട്ടികൾ ഒഴികെ അശുദ്ധിയും പാപവും ഉള്ളത് കൊണ്ട് ഒരുത്തർക്കും ദൈവനാമം ഉച്ചരിക്കാൻ കഴിയുകയില്ലല്ലോ. അത് ശരിയല്ല, അങ്ങനെ പറയരുത്. ദൈവനാമം വിളിക്കേണ്ടത് പാപികളാണ്. സാത്താൻ തങ്ങളെ ശ്വാസം മുട്ടിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നവരും പാപത്തിൽ നിന്നും പ്രലോഭകനിൽ നിന്നും സ്വതന്ത്രരാകുവാൻ ആഗ്രഹിക്കുന്നവരും ആ നാമം വിളിച്ചു പ്രാർത്ഥിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നത് കർത്താവ് ഏദനിൽ നടക്കാതിരുന്ന സമയത്താണ് സർപ്പം ഹവ്വയെ പരീക്ഷിച്ചതെന്നാണ്. ദൈവം ഏദനിൽ ഉണ്ടായിരുന്നെങ്കിൽ സാത്താൻ അവിടെ എത്തുമായിരുന്നില്ല. ഹവ്വ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിരുന്നെങ്കിൽ സാത്താൻ ഓടിപ്പോകുമായിരുന്നു. എപ്പോഴും ഈ കാര്യം ഓർത്തുകൊള്ളാം. കർത്താവിനെ ആത്മാർത്ഥതയോടെ വിളിക്കണം. ആ നാമം രക്ഷയാണ്. നിങ്ങളുടെ അനേകം പേർ ശുദ്ധീകരിക്കപ്പെടുന്നതിന് നദിയിലിറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കെ അതിനായി സ്നേഹത്തോടു കൂടെ ദൈവം എന്ന വാക്ക് ഹൃദയത്തിൽ നിരന്തരം എഴുതൂ. തെറ്റായ പ്രാർത്ഥനകൾ ഉപേക്ഷിക്കൂ. പതിവ് മാത്രമായ അഭ്യാസങ്ങൾ നിർത്തൂ. എന്നാൽ ദൈവം എന്ന നാമം നിങ്ങളുടെ ഹൃദയം കൊണ്ടും നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വം കൊണ്ടും പറയുക. ഒറ്റപ്പെടാതിരിക്കാൻ ആ നാമം ആവർത്തിച്ചു പറയുക. സഹായം ലഭിക്കുന്നതിനായി ആ നാമം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. പാപപൂർത്തി ലഭിക്കുന്നതിനായി ആ നാമം ആവർത്തിച്ചുരുടുക. സീനായിലെ ദൈവം എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കൂ. ദൈവം എന്ന വാക്ക് പറയുമ്പോൾ നന്മയിലേക്ക് വരുന്ന ഒരു മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ ദൈവനാമം വൃഥ പ്രയോഗിക്കലാണ്. അപ്പോൾ അത് പാപമാണ്. നിങ്ങളുടെ ഹൃദയം മിടിപ്പ് പോലെ ദിവസത്തിലെ എല്ലാ മിനിറ്റിലും എല്ലാ പ്രവൃത്തികളിലും എല്ലാ ആവശ്യങ്ങളിലും പ്രലോഭനങ്ങളിലും ദുഃഖങ്ങളിലും പുത്രനിർവിശേഷമായ സ്നേഹത്തോടെ എൻ്റെ ദൈവമേ വരൂ എന്ന് നിങ്ങളുടെ അധരങ്ങൾ ഉരുവിടുന്നെങ്കിൽ അത് ദൈവനാമം വൃഥ പ്രയോഗിക്കലല്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഉച്ചരിക്കുന്നത് പാപമല്ല. പോയിക്കൊള്ളൂ. സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് രോഗികൾ ആരുമില്ല. സന്ധ്യയുടെ നിഴലുകൾ വീണിട്ടുള്ള ഷെഡിൽ തന്നെ ഈശോ നിൽക്കുന്നു. കൈകൾ കെട്ടി ഭിത്തിയിൽ ചാരി നിന്നെല്ലാം നോക്കുകയാണ്. ചിലരെല്ലാം തങ്ങളുടെ ചെറിയ കഴുതകളിൽ യാത്രയായി. വേറെ ചിലർ ശുദ്ധീകരണത്തിനായി ധൃതിയിൽ നദിയിലേക്ക് പോകുന്നു. വയലുകൾ കടന്ന് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് അനേകർ പോവുകയാണ്. കടുത്ത നിറമുള്ള മേലങ്കി ധരിച്ച ആ മനുഷ്യന് എന്താണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ലാത്തതുപോലെ തോന്നുന്നു. ഈശോ അയാളെ ശ്രദ്ധിക്കുന്നുണ്ട്. ക്രമേണ ആ മനുഷ്യൻ അയാളുടെ കുതിരകളുടെ സമീപത്തേക്ക് നീങ്ങുന്നു. ഒരു സുന്ദരൻ വെള്ളക്കുതിര, കല്ലുകൾ പതിച്ച അലങ്കൃതമായ ജീവിയുടെ അടിയിൽ മനോഹരമായ ചുവപ്പു ചമയം താണു കിടക്കുന്നു. സ്വല്പം നിൽക്കൂ. ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളുടെ പക്കലേക്ക് പോകുന്നു. നേരം ഇരുട്ടാകുന്നു. നിനക്ക് ഉറങ്ങാൻ ഒരു സ്ഥലമുണ്ടോ? നീ ദൂരെ നിന്നാണോ വന്നിരിക്കുന്നത്? നീ ഒറ്റയ്ക്കേയുള്ളോ? അയാൾ മറുപടി പറയുന്നു, വളരെ ദൂരെ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ പോയിക്കൊള്ളാം. എനിക്ക് അറിഞ്ഞുകൂടാ. ഗ്രാമത്തിലേക്ക് പോകും. അവിടെ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജെറീക്കയിലേക്ക്. എൻ്റെ അകമ്പടിക്കാരെ അവിടെ വിട്ടിട്ട് പോന്നു. കാരണം എനിക്കവരെ വിശ്വാസമില്ല. വേണ്ട, പോകണ്ട. എൻ്റെ കിടക്ക ഞാൻ തരാം. അത് തയ്യാറാക്കിയിട്ടുണ്ട്. നിനക്ക് ഭക്ഷണം വല്ലതുമുണ്ടോ? ഇല്ല, എനിക്കൊന്നുമില്ല. ഞാൻ പ്രതീക്ഷിച്ചത് ഇതിലും കൂടുതൽ സൗകര്യമുള്ള സ്ഥലമായിരിക്കുമെന്നാണ്. ഇവിടെ ഒന്നിനും കുറവില്ല. ഒന്നുമില്ലേ? ഹേറോദേസിനോടുള്ള വിരോധത്തിനും ഞാൻ ആരാണെന്ന് മനസ്സിലായോ? എന്നെ അന്വേഷിക്കുന്നവർക്ക് ഒരു പേര് മാത്രമേ ഉള്ളൂ. ദൈവനാമത്തിൽ സഹോദരൻ. വരൂ, നമുക്കുള്ള അപ്പം നമുക്ക് പങ്കുവെക്കാം. കുതിരയെ ആ വലിയ മുറിയിലാക്കാം. ഞാൻ ആ മുറിയിൽ ഉറങ്ങുകയും നിന്റെ പേർക്ക് കുതിരയെ നോക്കിക്കൊള്ളുകയും ചെയ്യും. വേണ്ട, അത് ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. ഞാൻ അവിടെ ഉറങ്ങിക്കൊള്ളാം. നിന്റെ ഭക്ഷണം ഞാൻ സ്വീകരിക്കുന്നു. വേറെ ഒന്നും വേണ്ട. അങ്ങയുടെ പരിശുദ്ധമായ ശരീരം വിശ്രമിക്കുന്നിടത്ത് എൻ്റെ അശുദ്ധമായ ശരീരം വിശ്രമിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ പരിശുദ്ധനാണെന്ന് നീ വിചാരിക്കുന്നു. നീ പരിശുദ്ധനാണെന്ന് എനിക്കറിയാം. ജോൺ കൂസ, നിന്റെ പ്രവൃത്തികൾ, നിന്റെ വാക്കുകൾ സമുദ്രത്തിൻ്റെ ശബ്ദം ചിപ്പിയിൽ മൃദുവായി കേൾക്കുന്നത് പോലെ രാജകൊട്ടാരം മുഴുവൻ അത് മുഴുങ്ങി കേൾക്കുന്നു. ഞാൻ ജോണിൻ്റെ പക്കൽ പോകുമായിരുന്നു. പിന്നീട് എനിക്കത് നഷ്ടപ്പെട്ടു.
എന്നാൽ അവൻ എന്നോട് പറഞ്ഞിരുന്നു, എന്നേക്കാൾ വലിയവനായ ഒരുവൻ നിന്നെ സ്വീകരിക്കും, നിന്നെ ഉയർത്തുമെന്ന്. അത് നീ മാത്രമാകാനേ തരമുള്ളൂ. നീ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു. ഷെഡിൽ ഇവർ രണ്ടുപേരും തനിയേയുള്ളൂ. ശിഷ്യരെല്ലാം അടുക്കളയുടെ സമീപം താഴ്ന്ന സ്വരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ഏറ് കണ്ടിട്ട് നോക്കുന്നുമുണ്ട്. ഇന്ന് സ്നാനം നൽകാൻ നിയുക്തനായിരുന്ന തീഷ്ണൻ മാമോദിസ സ്വീകരിച്ച ആളുകളുമായി നദിയിൽ നിന്നും വരുന്നു. ഈശോ അവരെ അനുഗ്രഹിച്ച ശേഷം സൈമനോട് പറയുന്നു, ദൈവനാമത്തിൽ അഭയമന്വേഷിക്കുന്ന ഒരു തീർത്ഥാടകനാണ് ഈ മനുഷ്യൻ. ദൈവനാമത്തിൽ ഒരു സ്നേഹിതനായി ഇയാളെ നമ്മൾ അഭിവാദ്യം ചെയ്യുന്നു. സൈമൺ കുനിഞ്ഞ വണക്കം നൽകുന്നു. അയാളും അപ്രകാരം ചെയ്യുന്നു. അവർ വലിയ മുറിയിലേക്ക് പോവുകയാണ്. മാനേയൻ കുതിരയെ പുൽത്തൊട്ടിയിൽ കെട്ടുന്നു. ഈശോ ആംഗ്യം കാണിച്ചതനുസരിച്ച് ജോൺ കുറച്ച് പുല്ലും വെള്ളവും കൊണ്ട് ഓടി വരുന്നു. ആകെ ഇരുട്ടായി തുടങ്ങിയതിനാൽ പത്രോസ് ഒരു ചെറിയ എണ്ണവിളക്ക് കത്തിച്ച് അതുമായി വരുന്നു. ഇത് അത്ര ധാരാളമായിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാന്യനായ ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈശോയുടെയും സൈമന്റെയും ഇടക്കായി നടന്ന് അടുക്കളയിൽ പ്രവേശിക്കുന്നു. ഒരു കെട്ട് ചുള്ളികൾ കത്തിച്ചിരുന്നതിനാൽ അടുക്കളയിൽ നല്ല വെളിച്ചമുണ്ട്. ദർശനം അവസാനിച്ചു.